നിങ്ങൾക്കിത് SCRT നിന്ന് എവിടെ നിന്നും കിട്ടത്തില്ല. SCRT നിന്ന് എവിടെ നിന്നും നമുക്ക് ഈ ചോദ്യം കിട്ടത്തില്ല. ബയോളജി എന്നുള്ള അടുത്ത ചോദ്യം, ഐറ്റിയിലെ ചോദ്യം 1. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. ഏകദേശം ഒരു 45 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണ്. ഒരു വീഡിയോ ക്ലാസ് ആണിത്, ഒരു ഡിസ്കഷൻ ക്ലാസ് ആണിത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ കേട്ടിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണണോ അതോ അത് സ്പീഡിൽ ഇട്ട് കാണണോ അതോ സ്കിപ്പ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ ഒരു 5 മിനിറ്റ് കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. 5 മിനിറ്റേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരു PSC എക്സാം എന്ന് പറയുമ്പോൾ ഏകദേശം 100 ചോദ്യങ്ങളാണ് അല്ലേ? 100 ചോദ്യങ്ങളാണ് ഒരു PSC എക്സാമിനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ LDC പോലുള്ള എക്സാമിന് 100 ചോദ്യങ്ങളുണ്ട്. അതിൽ 30 മാർക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ, ഇംഗ്ലീഷും മലയാളവും മാത്സും കൂടെ 30 മാർക്ക്. പിന്നെ ഒരു 20 മാർക്ക് കറണ്ട് അഫെയർ. ഓക്കെ, 30, 20, 50 ഒരു മെജോറിറ്റി ഏരിയ അങ്ങ് മാറി കിട്ടി. പിന്നെ വരുന്ന 50 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GK ആണ്. ഈ GKക്കകത്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള GK വരുന്നുണ്ട്. അതായത് ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കുറച്ച് ITയുടെ പോർഷൻസ്. ഓക്കെ. പിന്നെ വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്. ഈ GKക്കകത്ത് വരുന്നത് സയൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പിന്നെ ഈ GKക്കകത്ത് വരുന്നത് കേരള ഭരണ സംവിധാനം, അതുപോലെ തന്നെ കലാ, കായിക, സാംസ്കാരികം, നിയമങ്ങൾ, പ്രധാനമായിട്ടും നിയമങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ഈ ഒരു 50 മാർക്കിൽ വരുന്നുണ്ട്. അതിൽ ഈ നിയമങ്ങൾക്ക് നമുക്ക് പ്രത്യേകിച്ച് SCRT സോഴ്സുകളൊന്നും നമുക്കില്ല. നമുക്ക് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമ്മൾ നോക്കണം ഈ നിയമങ്ങൾക്ക്. ഓക്കെ. കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു 20 മാർക്ക് കറണ്ട് അഫയർ വരുന്നുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് SCRTയിലെ സോഴ്സുകളൊന്നും കറണ്ട് അഫയർ കിട്ടത്തില്ല. നമുക്ക് അതാത് കറണ്ട് അഫയർ പഠിച്ചു പോയേ പറ്റത്തുള്ളൂ. പത്ര മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കണം. പിന്നെ വരുന്ന ഈ ഒരു 50 മാർക്കിനകത്ത് വരുന്ന ഈ ഒരു വിഷയങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, IT, അതുപോലെ തന്നെ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത്രയും ഏകദേശം ഒരു 40ഓളം ചോദ്യങ്ങൾ വരും. ഇത്രയും സാധനങ്ങൾ ഏകദേശം ഒരു 40ഓളം ചോദ്യങ്ങൾ വരും. കേരള ഭരണ സംവിധാനവും നമുക്ക് ഇതേപോലെ തന്നെ ഈ നിയമങ്ങളുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഗവേണൻസും നമുക്ക് കൃത്യമായ സോഴ്സുകൾ SCRTക്കകത്തൊന്നും കണ്ടെത്താൻ സാധിക്കത്തില്ല. വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അത് പര്യാപ്തവുമല്ല, നമുക്കൊരു എക്സാമിന് പര്യാപ്തവുമല്ല. അപ്പോൾ ഈ വരുന്ന 40 മാർക്ക് നിയമങ്ങളും ഗവേണൻസും കലാകായിക സാംസ്കാരികം എല്ലാം ഒഴിച്ച് നിർത്തി, അല്ലെങ്കിൽ അതെല്ലാം മാറ്റി നിർത്തിയിട്ടുള്ള ഒരു 40 മാർക്ക് ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇന്നിവിടെ ഞാൻ നടത്തുന്നത്. എല്ലാ പരീക്ഷകൾക്ക് ശേഷവും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ സോഴ്സസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഓരോ എക്സാമിന് ശേഷവും വരുന്ന കമന്റുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സാർ പറഞ്ഞ് ഇന്ന പാഠം ശ്രദ്ധിച്ചതുകൊണ്ട് ഇന്ന മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്നത് കാണുന്നതുകൊണ്ട് സന്തോഷം. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ പ്രാധാന്യം? ഒരു എക്സാമിന് ശേഷം ആ ചോദ്യങ്ങളുടെ സോഴ്സുകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ കണ്ടെത്തുക എന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഇതാണ് ഞാൻ ഇവിടെ നിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വയം വിലയിരുത്തലിന്റെ അവസരമാണ്, ഒരു അനാലിസിസിന്റെ അവസരമാണ്. ഓക്കെ. പരീക്ഷ കഴിഞ്ഞവർക്കും ഇനി നടക്കാനുള്ളവർക്കും ഇതൊരു അനാലിസിസിന്റെ അവസരമാണ്. മനസ്സിലായോ? പരീക്ഷ കഴിഞ്ഞു പോയവർ നിങ്ങൾ വിഷമിക്കേണ്ട, ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കമന്റ് ചെയ്യുമായിരുന്നു ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴത്തേക്ക്. അതൊന്നുമല്ല. ഇവിടെ നമ്മൾ വീണ്ടും നിങ്ങൾ ഇനി മുമ്പോട്ട് PSC എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല അവസരമാണ്, ഒരു അനാലിസിസിന് അവസരമാണ്. നിങ്ങൾ ഇതോടുകൂടി പരീക്ഷകൾ നിർത്തുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടത്തില്ല. എന്നാൽ മുമ്പോട്ട് ഇനി എക്സാം എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യമുണ്ട്, ജയിച്ച് അടങ്ങൂ, ഒരു ജോലിയിൽ കയറി അടങ്ങൂ എന്ന വാശിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഈ ഒരു അനാലിസിസ് പ്രയോജനപ്പെടും. ഓക്കെ. സ്വയം ഒന്ന് വിലയിരുത്താം. എവിടുന്നാണ് ചോദ്യങ്ങൾ വന്നത്? ഈ 40ഉം SCRTയിൽ നിന്ന് തന്നെ ആയിരുന്നോ? സാറ് പറഞ്ഞ ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ തന്നെ സയൻസ്. ഈ 40 ചോദ്യങ്ങൾ പൂർണ്ണമായിട്ട് SCRTയിൽ നിന്ന് തന്നെ ആയിരുന്നോ? ഇനി ഇവയുടെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയായിരുന്നു? ഇവ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിരുന്നോ അതോ സിമ്പിൾ ആയിരുന്നോ? ഈ ചോദ്യത്തിന്റെ ഒരു നിലവാരം എന്തായിരുന്നു? ഇവ ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അനലൈസ് ചെയ്യാം. ഇനി മാത്രമല്ല, മറ്റൊരു കാര്യം, ഇത് കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നോ? എന്താണ് ഈ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? PSCക്ക് പണ്ടൊരു രീതി ഉണ്ടായിരുന്നു. ഒരു 2020 മുമ്പ് വരെ ഏതെങ്കിലുമൊക്കെ ചോദ്യം റാൻഡം ആയിട്ടോ വല്ലോ റാങ്ക് ഫയലിൽ നിന്നൊക്കെ ചുമ്മാ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. SCRT ആണോ എന്ന് നോക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ SCRTക്കകത്തുള്ള ഫാക്ട് ആണെന്ന് ചെക്ക് ചെയ്തൊന്നുമില്ലായിരുന്നു. എവിടെ നിന്നൊക്കെയോ ചോദ്യങ്ങൾ വരുന്നു. ഓർമ്മ പരിശോധന പരീക്ഷ പോലെയായിരുന്നു. വെറുതെ നമ്മൾ കാണാതെ പഠിച്ച് കുറെ കാര്യങ്ങൾ ഒരു റാങ്ക് ഫയലിൽ പഠിച്ചു വെച്ചാൽ അതിങ്ങനെ നേരെ വെച്ച് നമുക്ക് മാർക്ക് കിട്ടും. ഇന്ന് അങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് അല്ലേ? ഒരു വ്യത്യസ്തത അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ക്വാളിറ്റി എന്ന് പറയുന്നില്ല, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഇതുപോലെ തെറ്റ് വരുത്തത്തില്ലായിരുന്നു PSC പരീക്ഷകളിൽ. പക്ഷെ അവർ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് PSC പരീക്ഷകളിൽ. അതായത് കാണാതെ പഠിച്ചെഴുതുന്നതിനപ്പുറത്തേക്ക് ബോധ്യം വരുത്തി എഴുതുക. നമ്മുടെ
പഠിക്കുന്ന പാഠഭാഗത്തെ പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാവുക. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം എഴുതുക എന്നൊരു സംഭവം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൺവെൻഷണൽ ആണോ അതോ അതിനപ്പുറത്തേക്ക് PSCയുടെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അനാലിസിസ് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ ഒരു സെലക്ടീവ് സ്റ്റഡിക്കുള്ള അവസരമാണ് ഇങ്ങനെയുള്ള ഞാൻ ഈ പറയുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ സോഴ്സസ് അനാലിസിസ് ഒക്കെ നമുക്കൊരു സെലക്ടീവ് സ്റ്റഡിക്കുള്ള അവസരമാണ്. നമുക്ക് നോക്കി നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് PSC പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. പരീക്ഷകൾ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. നമ്മള് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഭൂരിഭാഗവും നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. അല്ലേ? നമ്മുടെ റാങ്ക് ഫയലിനകത്തുണ്ട്. നിങ്ങളുടെ ഇരിക്കുന്ന റാങ്ക് ഫയലിനകത്ത് ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ മുഴുവൻ കാണും. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് മികച്ച വിജയം നേടാനായിട്ട് സാധിക്കാത്തത്? നമ്മളെല്ലാം പഠിക്കുന്നത് കൊണ്ടാ. നമ്മള് എല്ലാം പഠിക്കുന്നതുകൊണ്ടാ. അത് പ്രശ്നമാണോ? അതെ പ്രശ്നമാ. എല്ലാം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള ഒരു കെൽപ്പുണ്ടാവണം. അതിനൊരു കഴിവുണ്ടാവണം. അതിന്റെ ഒരു ആ ഒരു നിലവാരം നമ്മള് മെയിന്റെയിൻ ചെയ്തെടുക്കണം. ആവശ്യമുള്ളത് മാത്രം പഠിക്കുന്ന തരത്തിലുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തപ്പെടണം. അതിനെയാണ് നമ്മൾ ഈ സെലക്ടീവ് സ്റ്റഡി എന്ന് പറയുന്നത്. വേണ്ട പാഠഭാഗങ്ങൾ മാത്രം, വേണ്ട ചോദ്യങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തണം. ഇതെങ്ങനെയാ സാറേ വേണ്ട പാഠഭാഗങ്ങൾ, വേണ്ട ചോദ്യങ്ങൾ കണ്ടെത്തുന്നത്? അതിനാണ് കഴിഞ്ഞ പരീക്ഷകള് നമ്മൾ അവലോകനം ചെയ്യണമെന്ന് പറയുന്നത്. കഴിഞ്ഞുപോയ പരീക്ഷകളെ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അവലോകനം ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ നിന്നാണ് നമുക്കൊരു സെലക്ടീവ് സ്റ്റഡിയുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു കഴിവ് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഒരു അനാലിസിസും ഒരു സെലക്ടീവ് സ്റ്റഡിയും നടത്താൻ നിങ്ങളെ ഞാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റ് പരീക്ഷകൾക്ക് നിങ്ങൾക്കിത് ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകൾക്ക് പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ ഭാവിയിൽ പ്രയോജനപ്പെട്ടേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കമന്റ് ചെയ്യുക. നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. നമുക്ക് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ സോഴ്സസിലേക്ക് പോകാം. ഞാൻ ആദ്യം എന്റെ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങുവാണ്. ജോഗ്രഫിയിൽ നിന്ന് തുടങ്ങുവാണ്. ഓക്കെ. ഓക്കെ. ജോഗ്രഫിയിലെ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എല്ലാ പരീക്ഷയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ കേരള ജോഗ്രഫിയിൽ നിന്ന് ഇവിടെയും ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. കേരള ജോഗ്രഫിയിൽ നിന്ന് ഒരു ചോദ്യം. ബാക്കിയുള്ള ചോദ്യം മുഴുവൻ വേൾഡ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നായിരുന്നു. മൊത്തം 5 ചോദ്യങ്ങൾ ചോദിച്ചതിൽ കേരള ജോഗ്രഫിയിൽ നിന്ന് ഒരു ചോദ്യം. ആ ഒരു ചോദ്യം പ്രത്യക്ഷത്തിൽ ജോഗ്രഫിയിൽ നിന്നാണ്, കേരള ജോഗ്രഫിയിൽ നിന്നാണെന്ന് നമുക്ക് തോന്നുമായിരുന്നെങ്കിലും ശരിക്കും ഈ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കിടക്കുന്നത് കെമിസ്ട്രിയിലാണ്. 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ ഒരു പാഠമുണ്ട്. പാഠം 1 ഒന്നാമത്തെ പാഠം പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ വിന്യാസം. അതിനകത്ത് നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിൽ പ്രധാനമായി കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ബോക്സൈറ്റ്, കൽക്കരി, ഇൽമനൈറ്റ്, ചെമ്പ്. കേരള ജോഗ്രഫിയിൽ നിന്ന് തോന്നുന്ന ഒരു ചോദ്യം അല്ലെ? ഡയറക്ട്ലി നമുക്ക് ഇൻഡയറക്ട്ലി കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് നമുക്ക് ഡയറക്ട്ലി തോന്നുന്നു. പക്ഷെ അത് ഇൻഡയറക്ട്ലി ഇത് കെമിസ്ട്രിക്കകത്തുനിന്ന് വന്നാണ്. കെമിസ്ട്രിയിൽ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ഒരു പാഠത്തിനകത്ത്, ഈ പറഞ്ഞ ഒന്നാമത്തെ പാഠത്തിനകത്ത് ഇതിന്റെ ഈ സാധനം കിടപ്പുണ്ട്. അത് എങ്ങനെയാണ് കിടക്കുന്നത്? കേരളത്തിന്റെ ധാതു സമ്പത്ത് എന്ന് പറഞ്ഞ 10ാം ക്ലാസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ കിടക്കുന്ന ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഭാഗം നോക്ക്. മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ വിവിധങ്ങളായ ധാതുക്കളുടെ കലവറയാണ് കേരളത്തിലെ തീരപ്രദേശത്തെ മണൽ ശേഖരം. കണ്ടോ? ഇവിടം വരെ നിങ്ങൾ വായിക്കേ. നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ്. നമ്മുടെ ചോദ്യം ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. കണ്ടോ? ഇൽമനൈറ്റ്. ചോദ്യം വന്നത് കണ്ടോ എവിടുന്നാന്നുള്ളത്? ചോദ്യം എവിടുന്നാന്ന് കണ്ടോ? കേരളത്തിന്റെ ധാതു സമ്പത്ത് എന്ന് പറയുന്നത് കേരള ജോഗ്രഫിക്കകത്തല്ല, കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിൾ എന്ന പാഠത്തിനകത്ത് കിടക്കുന്ന ഒരു നമ്മൾ ആരും കാണാതെ ഒരു മൂലയ്ക്ക് ഒരു ടേബിൾ ആക്കി അവർ ഇട്ടേക്കുന്നതാണ്. മനസ്സിലായോ? പണ്ട് ഒരിക്കൽ സിർക്കോൺ ചോദിച്ചിരുന്നു പരീക്ഷയ്ക്ക്. ചോദിച്ചിരുന്നു. കേരളത്തിലെ തീരദേശ മണലിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ധാതു ഏതെന്ന് പറഞ്ഞ് ഓപ്ഷനിൽ സിർക്കോൺ ഉണ്ടായിരുന്നു. ഇത് ഇനിയിപ്പോ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ റൂട്ടൈലായിരിക്കും വരുന്നത്. നോക്കിയിട്ടോണം ഇതൊക്കെ. ഞാൻ പറയുന്നത് ഇതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി തന്നെ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. മനസ്സിലായില്ലേ? അല്ലാതെ കേരള ജോഗ്രഫിക്ക് വേണ്ടി പ്രത്യേകം നമുക്കൊരു പാഠം NCERT-ക്കകത്ത് ഇല്ല. കേരള ജോഗ്രഫിക്ക് 5ലും 6ലും ഒക്കെ ആയിട്ട് ഓരോ പാഠങ്ങൾ വെച്ചോളൂ. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഫാക്റ്റുകൾ മാത്രമേ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളൂ. അതിൽ നിന്ന് ബേസിക് ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ നിന്ന് ചോദ്യങ്ങൾ നമുക്ക് കിട്ടാറുമില്ല ആ പാഠഭാഗങ്ങളിൽ നിന്ന്. കൂടുതലും ചോദ്യങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള എന്താണ് ഈ പറഞ്ഞ കെമിസ്ട്രിയിൽ നിന്ന് അവിടെ നിന്നൊക്കെയാണ് ഈ ചോദ്യങ്ങൾ തന്നെ. ഇന്നത്തെ ചോദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചേ, കണ്ടില്ലേ? അപ്പോൾ ഇത് വ്യക്തമായി ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ചോദ്യം കേരള ജോഗ്രഫി കഴിഞ്ഞു. ഇനിയുള്ള ചോദ്യം വന്നത് നോക്ക്, വേൾഡ് ജോഗ്രഫി എന്നൊരു ചോദ്യമാണ്. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? നമുക്കിത് NCERT എവിടുന്നും കിട്ടത്തില്ല. NCERT എവിടുന്നും നമുക്ക് ഈ ചോദ്യം കിട്ടത്തില്ല. മാൻഡിലും കാമ്പും ഭൂവൽക്കും ഒക്കെ നമുക്ക് NCERT-ക്കകത്തുണ്ട്. മനസ്സിലായോ?
നമുക്ക് നമ്മൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിനകത്ത് ഭൂമിയുടെ ഘടന എന്ന പാഠത്തിനകത്ത് എല്ലാം കിടപ്പുണ്ട്. പക്ഷേ ഈ പറഞ്ഞ 84% ഭൂമിയുടെ വ്യാപ്തിയുടെ ഏറ്റവും കൂടുതലുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിത് എസ്.സി.ആർ.ടിക്കകത്ത് കാണാൻ സാധിക്കത്തില്ല. പ്ലസ് 2 വരെയുള്ള ബുക്കിനകത്ത് അതില്ല. ഇത് എൻ.സി.ആർ.ടി ക്ലാസ് 7 ചാപ്റ്റർ 2 എൻ.സി.ആർ.ടി അതായത് സി.ബി.എസ്.ഇക്കാരുടെ പുസ്തകം ഉണ്ടല്ലോ എൻ.സി.ആർ.ടി ക്ലാസ് 7 ചാപ്റ്റർ 2 ഇൻസൈഡ് അവർ എർത്ത് എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. ആ പാഠത്തിനകത്ത് ഇത് കിടപ്പുണ്ട്. ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോക്കിക്കോണം ദേ ഡു യു നോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊടുത്തേക്കുന്നു. ദ ക്രസ്റ്റ് ഫോംസ് ഓൺലി 1% ഓഫ് ദ വോളിയം ഓഫ് ദ എർത്ത്. ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഭൂവൽക്കം. അതുകൊണ്ട് 1% മാത്രമേ ഉള്ളൂ ഭൂമിയുടെ മൊത്തം വോളിയത്തിന്റെ. 84% കൺസിസ്റ്റ് ഓഫ് ദ മാൻഡിൽ. കണ്ടോ നമ്മുടെ ചോദ്യം. 84% ഭൂമിയിലെ ഏറ്റവും കൂടുതൽ വ്യാപ്തമുള്ള വോളിയം ഉള്ളതും 84% എടുത്ത് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഈ പാഠഭാഗം വായിച്ചിട്ടുണ്ടാവണം. അല്ലെ 15% മാത്രമേ എന്തുള്ളൂ കോറുള്ളൂ. ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് എൻട്രി ആപ്പിലെ ക്ലാസ് എടുത്ത സമയത്ത് പ്ലസ് 1ലെ ടെക്സ്റ്റ്, 8ാം ക്ലാസ്സിലെ എസ്.സി.ആർ.ടി ടെക്സ്റ്റ്, അതുപോലെ 7ാം ക്ലാസ്സിലെ ഈ എൻ.സി.ആർ.ടി ടെക്സ്റ്റ് ഇത് 3 കമ്പൈൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുമായിരുന്നു വോളിയം വൈസ് ഏറ്റവും കൂടുതലുള്ള ഭൗമപാളി മാൻഡിലാണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുമായിരുന്നു. ക്ലാസ്സിൽ പഠിപ്പിക്കുമായിരുന്നു. യൂട്യൂബ് ക്ലാസ്സുകൾ അത് എടുത്തെടുത്ത് പറയുമായിരുന്നു. 84% ഉള്ള മാൻഡിലാണ് വോളിയം വൈസ് ഏറ്റവും കൂടുതലുള്ള ഭൗമപാളി എന്ന് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബ് ക്ലാസ്സിനകത്തൊക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഇവിടെ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. LDC ട്രിവാൻഡ്രത്തിനും അതുപോലെ തന്നെ കൊല്ലം, കണ്ണൂർ ജില്ലകൾക്ക് നടന്ന പരീക്ഷയിലൊന്നും ചോദിക്കാതിരുന്ന ഭൂമിയുടെ ഘടന ഇവിടെ ഈ നമ്മുടെ പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡുകാർക്ക് ചോദിച്ചു അല്ലെ? ഭൂമിയുടെ ഘടന ചോദിച്ചു. ഞാൻ പറഞ്ഞിരുന്നു. PSC ഇപ്പോ ആവർത്തന ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ചിട്ടുണ്ട്. അതായത് ട്രിവാൻഡ്രത്തിനും കൊല്ലം ജില്ലയ്ക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ തന്നെ വീണ്ടും എടുത്തിടുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ. അടുത്ത പരീക്ഷയ്ക്ക് എടുത്തിരുന്ന രീതി കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ചോദിക്കാത്ത ഭൂമിയുടെ ഘടന, ഭൂപടങ്ങൾ അതൊക്കെ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിച്ചോണോ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ, അനാലിസിസ് വീഡിയോ ഇതിന് തൊട്ട് മുമ്പത്തെ അനാലിസിസ് വീഡിയോ നടത്തിയപ്പോഴത്തേക്ക്. അപ്പൊ അതിനകത്ത് ഭൂമിയുടെ ഘടന ഈ പ്രാവശ്യം അവർ ചോദിച്ചു. ഇനി അടുത്ത വരാൻ പോകുന്ന ജില്ലകൾക്ക് ചിലപ്പോൾ ഭൂപടങ്ങളിൽ ചോദ്യങ്ങൾ വന്നെന്ന് വരാം. ഭൂപടങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ അവിടുന്ന് ഇനി വന്നെന്ന് വരാം, ഈ ഭാഗത്തുനിന്ന് വന്നു വരാം. കാരണം സമുദ്രം ഓൾറെഡി ഇനി ട്രിവാൻഡ്രംകാർക്ക് ചോദിച്ചത് കൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചിലപ്പോൾ സമുദ്രങ്ങൾ കാണത്തില്ല. ഇനി അടുത്ത ചോദ്യം വന്നത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? ഇത് PSCയുടെ സ്ഥിര ചോദ്യമാണ്. ഇവിടെ PSCയുടെ സ്ഥിര ചോദ്യമാണ് ഇത്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണേത്? കറുത്ത മണ്ണ്. ആൻസർ അല്ലെ, കറുത്ത മണ്ണ്. എവിടുന്നാണ് ഈ ചോദ്യം എടുത്തിട്ടുള്ളത്? SCRT ക്ലാസ് 10 7ാമത്തെ പാഠം വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠം. ഇത് പഠിച്ചിട്ടേ പോകാവുള്ളത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്? വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠം പഠിക്കാതെ നിങ്ങൾ ആരും പരീക്ഷയ്ക്ക് പോകരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. നോക്ക്, ഉപദ്വീപ പീഠഭൂമിയുടെ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് മാത്രം നോക്ക്. ഉപദ്വീപ പീഠഭൂമിയിലെ ഡക്കാൻ പീഠഭൂമി പറ്റിയ പറയുന്നത്. ഈ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ബ്ലാക്ക് സോയിൽ. കണ്ടോ? ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്ന് അറിയപ്പെടുന്നു. കണ്ടോ? വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന പാഠത്തിനകത്ത് ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവര്. ഇനി മറ്റൊരു ചോദ്യം. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഫ്രെയിമിംഗ് ഉണ്ട്. ഈ ചോദ്യം ഫ്രെയിം ചെയ്ത് ശരിയായിട്ടില്ല. ഇത് എവിടുന്നോ ഈ ഒരു ഇംഗ്ലീഷ് ചോദ്യം അവർക്ക് കിട്ടി. അവരത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു വ്യക്തതയില്ല. ചോദ്യത്തിന്റെ ക്വാളിറ്റി ശരിയായിട്ടില്ല. അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. മനസ്സിലായോ? എന്നാലും കുഴപ്പമില്ല. വലിയ അർത്ഥവ്യത്യാസമൊന്നും വന്നിട്ടില്ല. ചെറിയ വാക്കുകളുടെ പിശക് മാത്രമേ ഉള്ളൂ. അല്ലാതെ അർത്ഥവ്യത്യാസം ഇവിടെ വരാത്തത് കൊണ്ട് ഇതിലൂടെ നമുക്ക് കിട്ടും. ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ബി ആണ്. ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത്. ഈ അഗ്നിപ്രവിശ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാവ പ്രൊവിൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ മലയാളം ട്രാൻസ്ലേഷൻ വന്നപ്പോൾ പ്രൊവിൻസ് അല്ലേ, അങ്ങനെ ആയി പോയതാ. ലാവ പ്രൊവിൻസ് ആണിത് ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിൽ. ഇത് ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിലാണ് ഫോം ചെയ്തതെന്നൊന്നും ഒരു പുസ്തകത്തിലും പറയുന്നില്ല. അതായത് 5 മുതൽ 12 വരെയുള്ള NCERT, SCERT പാഠപുസ്തകങ്ങൾ എവിടെയും ഇത് ക്രെറ്റേഷ്യസ് കാലഘട്ടത്തിലാണ് ഡെക്കാൻ ട്രാപ്പ് ഫോം ചെയ്തതെന്ന് പറയുന്നില്ല. പക്ഷെ ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് പറയുന്നുണ്ട്. SCERT ന്യൂ ടെക്സ്റ്റ് നോക്കണം. പുതിയ ടെക്സ്റ്റ് 9ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും പുസ്തകം മാറിയിരുന്നല്ലോ. അതിനകത്ത് ന്യൂ ടെക്സ്റ്റ് ചാപ്റ്റർ 3. അതുപോലെ തന്നെ SCERT ക്ലാസ് 11 SCERT ക്ലാസ് 11 ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന പാഠമുണ്ട്. ഇന്ത്യയുടെ ഭൂപ്രകൃതി 2ാം പാഠം. ഇന്ത്യയുടെ ഭൂപ്രകൃതി ക്ലാസ് 11 ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഈ 2 പാഠത്തിനകത്ത് ഡെക്കാൻ ട്രാപ്പിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ക്രെറ്റേഷ്യസ് കാലഘട്ടത്തെ പറ്റിയൊന്നും പറയുന്നില്ല. ഇത് നോക്ക്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് എന്നീ പരൽ രൂപ ശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്.
ഡെക്കാൻ പീഠഭൂമിയുടെ അടുത്ത് നോക്ക്. വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളുടെ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവിടെ ലാവ എന്ന വാക്കുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആൻസർ വേറെ ഒന്നും അറിയത്തില്ലെങ്കിലും നമുക്ക് ഇത് ആൻസർ ചെയ്യാമായിരുന്നു അല്ലെ? ഈ ലാവ വെച്ചുകൊണ്ട് നമുക്ക് ഇത് ആൻസർ ചെയ്യാമായിരുന്നു. ഇനി എന്താണ് ക്രെറ്റേഷ്യസ് കാലഘട്ടം എന്ന് +1 പുസ്തകത്തിൽ പറയുന്നുണ്ട്. മെസോസോയിക് എന്ന് പറയുന്ന ഒരു വലിയ ഇറ. ഓക്കെ, അതിലൊരു പീരീഡ് ആണ്, ഒരു മഹായുഗമാണ്. ഒരു ഇറയിലെ ഒരു മഹായുഗമാണ് ക്രെറ്റേഷ്യസ്, ജുറാസിക്, ട്രയാസിക് കേട്ടോ. മെസോസോയിക് കാലഘട്ടത്തിൽ വരുന്നതാണ് ഈ 3 പീരീഡ്സ്. മഹായുഗങ്ങൾ എന്ന് പറയും. പീരീഡ്സിനെ മഹായുഗങ്ങൾ. മറ്റേത് ഇറയാണ്. മെസോസോയിക് ഒരു ഇറയാണ്, ഇത് പീരീഡ്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് ക്രെറ്റേഷ്യസ് കാലഘട്ടം ഏത് വർഷമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. 65 മുതൽ 144 ദശലക്ഷങ്ങൾക്കിടയിലാണ് ക്രെറ്റേഷ്യസ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏകദേശം ദശലക്ഷമാണ്. അപ്പൊ 6.5 കോടിക്കും 14.4 കോടിക്കും കേട്ടോ. ദശലക്ഷം നമ്മൾ കോടിയിലേക്ക് മാറ്റുമ്പോൾ 6.5 കോടിക്കും 14.4 കോടിക്കും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് ഭൂമിയിലെ ക്രെറ്റേഷ്യസ് കാലഘട്ടം. അത് മെയിൻലി ഇതിനകത്താണ് വരുന്നത്, മെസോസോയിക്കിനകത്താണ് വരുന്നത്. ഈ സമയത്താണ് ഡിനോസറുകളുടെയൊക്കെ വംശനാശം സംഭവിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഫോം ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ശരിയാണ് കേട്ടോ, ശരിയായ വസ്തുതയാണ്. ഇതിനകത്ത് അർത്ഥവ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല, ചെറിയ വാക്കുകളുടെ പശകൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇത് നോക്കുക. അപ്പൊ ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ SCERT-ക്കകത്തുനിന്ന് പുറത്തുനിന്നും അല്ലെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള SCERT ടെക്സ്റ്റിന് പുറത്തുനിന്ന് ചോദ്യങ്ങൾ വന്നു. നേരത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന മാൻഡിലുമായി ബന്ധപ്പെട്ട ചോദ്യം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേരള SCERT ടെക്സ്റ്റിന് പുറത്ത് CBSEയുടെ NCERT ടെക്സ്റ്റിൽ നിന്ന് ചോദ്യം വന്നു. മനസ്സിലായില്ലേ? ജോഗ്രഫി എന്നുള്ള 2 ചോദ്യങ്ങളും കണ്ടില്ലേ? ഞാനിത് കൃത്യമായിട്ട് പാഠത്തിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്ന എൻട്രി ആപ്പിലെ ക്ലാസ്സുകൾക്കകത്ത് ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇനി ഇതേ ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എവിടെ കിടക്കുന്നത്, ഇതാ ഞാൻ പറഞ്ഞ ക്ലാസ് 11 നമ്മുടെ +1 ടെക്സ്റ്റിനകത്ത് കേട്ടോ. +1 ടെക്സ്റ്റിനകത്ത് ഉള്ളത്, +1 ടെക്സ്റ്റിനകത്തുള്ള ഭാഗം ഇതാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖല ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസുകൾക്ക് ഉത്തമ ഉദാഹരണമാണ് കേട്ടോ. ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ് ഉത്തമ ഉദാഹരണമാണ്. ഇത് +1ലെ മറ്റൊരു ചാപ്റ്ററിൽ നിന്ന് എടുത്താണ് ഇത്, ഈ ഒരു ഭാഗം കേട്ടോ. ഇത് +1ലെ വേൾഡ് ജോഗ്രഫി ഉണ്ട്, വേൾഡ് ജോഗ്രഫി. അതിനകത്തെ 2ാമത്തെ പാഠം ഭൂമിയുടെ ഘടന എന്ന് പറഞ്ഞുകൊണ്ട് +1ലെ ഒരു പുസ്തകമുണ്ട്, അതിനകത്തുനിന്ന് എടുത്താണിത്. അതേപോലെ തന്നെ +1ലെ ഇന്ത്യൻ ജോഗ്രഫി പുസ്തകം ഉണ്ടല്ലോ, ഇന്ത്യൻ ജോഗ്രഫി, അതിനകത്ത് 2ാമത്തെ പാഠം ഇന്ത്യയുടെ ഭൂപ്രകൃതിക്കകത്തും ഈ ഒരു ഭാഗം കിടപ്പുണ്ട്, ഡെക്കാൻ ട്രാപ്പ് എന്താണെന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ വായിക്കുന്നവർക്ക് ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്രെറ്റേഷ്യസ് കാലഘട്ടം നമുക്കൊരു തടസ്സമൊന്നുമല്ല. ഏത് അന്തരീക്ഷ പാളിയാണ് ഇത്? ഞാൻ പറഞ്ഞു, നമ്മുടെ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ അവർ ചോദിക്കും. അത് നമ്മൾക്ക് ഇത് വിട്ടുപോകരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ആൻസർ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഇത് അറിയാത്ത ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല PSC പരീക്ഷ എഴുതുന്നവർക്ക്. SCERT ക്ലാസ് 8 ചാപ്റ്റർ 10 ഭൂമിയുടെ പുതപ്പ് എന്ന് പറഞ്ഞൊരു പാഠമുണ്ട്. ഭൂമിയുടെ പുതപ്പ് എന്ന് പറയുന്നൊരു പാഠം. ഈ ഭൂമിയുടെ പുതപ്പ് എന്ന പാഠത്തിനകത്താണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. നമുക്കത് നോക്കാം. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഭാഗം മാത്രം നോക്കി പോവുക. ഓസോൺ പാളി ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്ത് ഭൂമിയിൽ എത്താതെ നിയന്ത്രിക്കുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ സാന്നിധ്യം കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാക്കുന്നു. ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ജെറ്റ് വിമാനവും ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ. അത് വിട്ടുപോകരുത്. കഴിഞ്ഞു, ജോഗ്രഫി കഴിഞ്ഞു. എന്താണ് ജോഗ്രഫിയുടെ അനാലിസിസ്? എന്താണ് ജോഗ്രഫി എന്ന് ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു ചോദ്യം എവിടുന്നായിരുന്നു? കേരള ജോഗ്രഫി എന്നായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ആ ചോദ്യത്തിന് ഉത്തരം എവിടെ നിന്ന് കിട്ടി? കെമിസ്ട്രിയിൽ നിന്ന് കിട്ടി. അത് കേരളത്തിലെ വ്യവസായങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വന്നത്. 2 ചോദ്യങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി എന്നായിരുന്നു അല്ലെ. കറുത്ത മണ്ണ് അതുപോലെ തന്നെ ഡെക്കാൻ ട്രാപ്പ്, രണ്ടും സാമ്യമുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്ക് സാമ്യമുണ്ട്. കാരണം ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബസാൾട്ട് ശിലയാണ്, അത് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറഞ്ഞവർ ചോദിച്ച ചോദ്യം. 2 ചോദ്യം വേൾഡ് ജോഗ്രഫി എന്ന് ചോദിച്ചു. ഈ 2 ചോദ്യങ്ങൾക്കും ഈ വേൾഡ് ജോഗ്രഫി എന്ന് ചോദിച്ച ചോദ്യത്തിലെ ഒരു ചോദ്യത്തിന് നമുക്ക് NCERT 7ാം ക്ലാസ്സിൽ നിന്ന് മാത്രമേ അതിന്റെ സോഴ്സ് നമുക്ക് കിട്ടിയുള്ളൂ. 84% മാൻഡിലിനെ പറ്റി വന്ന ചോദ്യം. പക്ഷെ ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ വന്ന ഒരു ചോദ്യം സ്ട്രാറ്റോസ്ഫിയർ ആണ്. അത് എല്ലാവർക്കും തന്നെ ചെയ്യാം. നമുക്കത് SCERT-ക്കകത്തുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി എന്ന് ചോദിച്ച ഈ ഡെക്കാൻ ട്രാപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം, ഡെക്കാൻ ട്രാപ്പ് എന്താണെന്നൊക്കെ SCERT-ക്കകത്തുണ്ടെങ്കിലും അതിനകത്ത് ക്രെറ്റേഷ്യസ് കാലഘട്ടം മാത്രം ഉൾപ്പെടുത്താതിരുന്നത് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻ ആയെന്ന് വിചാരിക്കുന്നു. എന്നാലും അത് ആൻസർ ചെയ്യാൻ പറ്റി. ബാക്കിയൊന്നും ഓപ്ഷൻസ് ഒന്നും വേറെ ബുദ്ധിമുട്ടുള്ള ഓപ്ഷൻ ആയിരുന്നില്ല ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്കിനി ഹിസ്റ്ററിയിലേക്ക് പോകാം. ഹിസ്റ്ററിയിൽ നിന്ന് ഏകദേശം 5 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, രണ്ടും ശരിയാണെന്നുള്ളതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. 2 ശരിയാണ്. നമുക്ക് നിയമലംഘന പ്രസ്ഥാനവും നിസ്സഹകരണ പ്രസ്ഥാനവും രണ്ടും രണ്ടാണ്. ശരിയല്ലേ? നിയമലംഘന പ്രസ്ഥാനം ഒരെണ്ണം, നിസ്സഹകരണ പ്രസ്ഥാനം വേറൊരു മൂവ്മെന്റ്. രണ്ട് ടൈപ്പ് മൂവ്മെന്റ് ആയിരുന്നു.
ഇനി നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രം നിയമങ്ങൾ എതിർക്കുകയാണ് ചെയ്തത് അല്ലെ. ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുന്നത് മാത്രമല്ല ചെയ്തത്, അവർ ഇവർ കൊണ്ടുവന്ന് നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇത് എവിടുന്നാണ്? സാമൂഹ്യശാസ്ത്രം 10ാമത്തെ സാമൂഹ്യശാസ്ത്രം 1 നോക്കിക്കോണം. സാമൂഹ്യശാസ്ത്രം 1 10ാമത്തെ ഇതവിടെ ക്ലാസ് 10ാമത്തെ ക്ലാസ് കേട്ടോ. ക്ലാസ് 10 6ാമത്തെ പാഠം സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന പാഠം. അതിനകത്തു നിന്നാണ് ഈ ചോദ്യം ചോദിച്ചേക്കുന്നത്. അതിനകത്ത് ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്ന ഭാഗം മാത്രം നിങ്ങൾ നോക്കിക്കേ. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക കേട്ടോ, എതിർക്കുക എന്നായിരുന്നു നമ്മുടെ ചോദ്യത്തിനകത്തുള്ളത്. ഇത് രണ്ടും ഒന്ന് തന്നെ, ലംഘിക്കുക എതിർക്കുക എല്ലാം ഒന്ന് തന്നെയല്ലേ കേട്ടോ. അപ്പൊ ബ്രിട്ടീഷുകാരോട് സഹകരിക്കുക മാത്രമല്ല, അവർ കൊണ്ടുവന്ന നിയമങ്ങളെ ഇവർ ലംഘിക്കുക അല്ലെങ്കിൽ എതിർക്കുകയും കൂടെ ചെയ്തു. അതാണ് എന്ത് ഈ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദിച്ച രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു അല്ലെ. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചോദിച്ച രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. ക്ലിയർ ആയോ? നിങ്ങൾക്ക് പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം, ഇത് ഈ ഒരു പാഠം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്ന് നോക്കി വെച്ചോണം. ഇത് നല്ലൊരു ചാപ്റ്ററാണ്. കാരണം ഇവിടുന്ന് തന്നെ ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. 10ാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇത് നോക്ക്, അതേ ചാപ്റ്റർ അതേ പാഠത്തിൽ നിന്ന് തന്നെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1 ക്ലാസ് 10 ചാപ്റ്റർ മാത്രം മാറി. 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയത. അവിടുന്ന് അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. കണ്ടോ, അതേ പുസ്തകം തന്നെ. അപ്പൊ ഈ പുസ്തകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവര് ഈ ഒരു പുസ്തകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് നിങ്ങൾ നോക്കിയിട്ട് വായിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം ഇപ്പൊ 2 ചോദ്യങ്ങൾ അവിടുന്ന് തന്നെ ചോദിച്ചു. 1916 പുസ്തകത്തിൽ കിടക്കുന്നത് മാത്രം നിങ്ങൾ വായിച്ചു നോക്കുക. 1916 DK കാർവെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. കണ്ടോ, മഹാരാഷ്ട്ര വളരെ എടുത്ത് പറയുന്നുണ്ട്. മഹാരാഷ്ട്ര നമ്മുടെ ഓപ്ഷനകത്ത് മഹാരാഷ്ട്ര ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. DK കാർവെ. ചിലപ്പോൾ DK കാർവെ ആയിരിക്കും അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. DK കാർവെ ചോദിച്ചിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അത് ചോദിച്ചെന്ന് വരാം. ഓക്കെ, ഇനി ഇതേ വീണ്ടും അതേ പാഠത്തിൽ നിന്ന് തന്നെ ചോദ്യം. അപ്പൊ ഈ പാഠത്തിന്റെ പ്രാധാന്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലെ. വീണ്ടും 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1 എന്ന ആ ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെ, ആ ക്ലാസ്സിലെ അതേ പുസ്തകത്തിൽ നിന്ന് അടുത്ത 6ാമത്തെ പാഠം സമരവും സ്വാതന്ത്ര്യവും. ഇവിടുന്ന് വീണ്ടും അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് കേട്ടോ. പുസ്തകത്തിനകത്ത് അതിന്റെ ഈ ഒരു ഭാഗം കിടപ്പുണ്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. അതെ, അണ്ടർലൈൻ ചെയ്തേക്കുന്നത് മാത്രം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ വർഷമായിരിക്കും ചോദിക്കുന്നത്, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. മനസ്സിലായോ? അപ്പൊ ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ഈ ഒരു വർഷമായിരിക്കും ചോദിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ വന്ന ഒരൊറ്റ പാഠത്തിൽ നിന്ന് കേട്ടോ. 3 ചോദ്യങ്ങൾ വന്ന ഒരൊറ്റ പാഠത്തിൽ നിന്ന്. അതെ, 4 ചോദ്യങ്ങൾ വന്ന ഒറ്റ പാഠത്തിൽ നിന്ന്. അടുത്ത ചോദ്യം അവിടുന്ന് തന്നെ. ഇത് നോക്ക്, താഴെ പറയുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത് ഏത്? 4ാമത്തെ ചോദ്യം ഇതായിരുന്നു, ഹിസ്റ്ററി എന്നുള്ളത്. അല്ലാത്തത് ഏതാണ്? അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യം അല്ലാത്തത്. ബാക്കി ക്ഷേമം ഉറപ്പുവരുത്തുക, സഹകരണം, അന്താരാഷ്ട്ര സഹകരണം, സമാധാനവും സുരക്ഷയും. ഇത് എവിടുന്നാണ്? ഇതേ ക്ലാസ്സിലെ തന്നെ 2ാമത്തെ പാഠം കേട്ടോ. ICRT ക്ലാസ് 10 സാമൂഹ്യശാസ്ത്രം 1 അതിലെ 2ാമത്തെ ചാപ്റ്റർ, ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ അതില് 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടന, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഇതിന്റെ ആസ്ഥാനം. ഭാവി തലമുറയെ യുദ്ധഭീതി നിരീക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളെ പുരോഗതിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യങ്ങൾ. ഇവിടെ ലക്ഷ്യങ്ങളിൽ അല്ലാത്തത് എന്നാണ് നമ്മൾ ചോദിച്ചത്. അതിനകത്ത് ഇവിടെ എവിടെയും വ്യാപാരത്തെ പറ്റി പറയുന്നില്ല അല്ലെ. ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെ നിയന്ത്രിക്കാൻ ഇവിടെ എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഹിസ്റ്ററി എന്ന് ചോദിച്ചാൽ അടുത്തൊരു ചോദ്യം, വിദ്യാപോഷിണി സഭ സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി ആണ്, സഹോദരൻ അയ്യപ്പനാണ്. നമുക്ക് വിദ്യാപോഷിണി സ്ഥാപിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് SCRTയിൽ എവിടെയും കിടപ്പില്ല. സഹോദരൻ അയ്യപ്പനെ പറ്റി പറയുന്നത് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. കേരളം ആധുനികതയിലേക്ക് 10ാമത്തെ തന്നെ ക്ലാസ് 10 തന്നെയാണ്. ക്ലാസ് 10 സോഷ്യൽ സയൻസിനകത്ത് കേരളം, ഹിസ്റ്ററിക്കകത്ത് കേരളം ആധുനികതയിലേക്ക്, അതിനകത്ത് സഹോദരൻ അയ്യപ്പനെ പറ്റി, സഹോദര പ്രസ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. സഹോദര പ്രസ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്, അല്ലാതെ നമ്മുടെ വിദ്യാപോഷിണി പറയുന്നില്ല. പക്ഷേ അടുത്ത വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പൊക്കോണം. കാരണം ഈ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യത ഏറെയാണ്. ഇതിനകത്ത് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട സമത്വ സമാജം, ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ചാവറയച്ചനുമായി ബന്ധപ്പെട്ട അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട ആത്മവിദ്യാ സംഘം, ഇപ്പൊ സഹോദരനെ ഞാൻ പറഞ്ഞു, പണ്ഡിത് കറുപ്പനുമായി ബന്ധപ്പെട്ട അരയ സമാജം, മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട നായർ സർവീസ് സൊസൈറ്റി, VT ഭട്ടതിരിയുമായി ബന്ധപ്പെട്ട് യോഗക്ഷേമ സഭ,
കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. അപ്പോൾ അടുത്ത പരീക്ഷകൾക്ക് ഈ ഒരു ഭാഗം നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇത് SCERT-ക്കകത്ത് ഇല്ലായിരുന്നു. നമ്മളോട് ചോദിച്ച ചോദ്യം അല്ലേ? അത് നമുക്ക് SCERT-ക്കകത്ത് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരി അധികാരത്തിൽ വന്നു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണിത്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെ ഗ്രേറ്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം. ഇത് നമുക്ക് SCERT-ക്കകത്തൊന്ന് ചോദിച്ച ചോദ്യമല്ല. 1 മുതൽ 12 വരെയുള്ള SCERT പുസ്തകങ്ങളിൽ നിന്ന് ചോദിച്ച ചോദ്യമല്ല. അതിന് പുറത്തുനിന്ന് വന്ന ചോദ്യമാണ്. അപ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തൽ ഇതാണ്. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ ഏകദേശം 5 ചോദ്യങ്ങൾ ചോദിച്ചതിനകത്ത് 6 ചോദ്യങ്ങൾ ചോദിച്ചതിനകത്ത് റിനൈസൻസ് കൂടെ കൂട്ടിയിട്ടാണ് 6 ചോദ്യം. 6 ചോദ്യങ്ങൾ ചോദിച്ചതിനകത്ത് 4 ചോദ്യങ്ങൾ SCERT ക്ലാസ് 10 നിന്നാണ് ചോദിച്ചത്. SCERT ക്ലാസ് 10 ആ ഒരു സാമൂഹ്യശാസ്ത്രം 1 എന്ന് പറയുന്ന ഒരു പുസ്തകമില്ലേ? അതിനകത്തു നിന്നാണ് ചോദിച്ചേക്കുന്നത് 4 ചോദ്യങ്ങൾ. ഒരു ചോദ്യം ചോദിച്ചത് റിനൈസൻസ് ആണ്. പക്ഷെ അതിനകത്ത് നമുക്ക് SCERT-ക്കകത്ത് സോഴ്സ് ഇല്ല. സഹോദരൻ അയ്യപ്പനും സഹോദര പ്രസ്ഥാനവും പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ചോദ്യം നമുക്ക് വിദ്യാഭൂഷണം ഇല്ലായിരുന്നു. ഉള്ള ഒരു ചോദ്യത്തിനകത്ത് നമുക്ക് SCERT-ൽ എവിടെയും അതിനെപ്പറ്റി പറയുന്നേ ഇല്ല. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം അതായത് ഈ ഒരു ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യം ഒന്നും നമുക്ക് SCERT-ക്കകത്ത് പറയുന്നേ ഇല്ല. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 3ഉം മാത്രം അല്ലെ. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് എവിടുന്നാണ് ചോദിച്ചേക്കുന്നത്? എവിടുന്നാണ്? സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 1 സ്റ്റാൻഡേർഡ് 9 ന്യൂ ബുക്കാണ്. പുതിയ പുസ്തകം, അതായത് ചേഞ്ച് ചെയ്യപ്പെട്ട പുസ്തകം, മാറിയ പുസ്തകം. അതിനകത്ത് 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന് പറയുന്ന പാഠം. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം അവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ഏറ്റവും താഴത്തെ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിക്കേ. ഏറ്റവും താഴെ ഇവിടെ 1976 ഭരണഘടന 42ാം ഭേദഗതി ആക്ട് 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം കൂട്ടിച്ചേർത്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പരമാധികാര സ്ഥിതി സമത്വ സോഷ്യലിസ്റ്റ് അല്ലെ, മതേതര സെക്യുലർ. ബാക്കി നേരത്തെ ഉണ്ടായിരുന്നതല്ലേ ജനാധിപത്യ റിപ്പബ്ലിക്. അപ്പൊ ഇത് രണ്ടും കൂട്ടിച്ചേർത്തു അല്ലെ, ഇത് രണ്ടും കൂട്ടിച്ചേർത്തു. പിന്നെ മേൽപ്പറഞ്ഞ ആക്ട് 2ാം വകുപ്പ് പ്രകാരം രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പകരം കൂട്ടിച്ചേർത്തത് രാഷ്ട്രത്തിന്റെ ഐക്യവും അതിന്റെ കൂടെ അഖണ്ഡത എന്നീ വാക്ക് കൂട്ടിച്ചേർത്തു കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് സോഴ്സ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി ഇതല്ലാതെ ഉണ്ട് കേട്ടോ. സാമൂഹ്യശാസ്ത്രം 7ാമത്തെ നമ്മുടെ ക്ലാസ് കേട്ടോ, ക്ലാസ് 7 സാമൂഹ്യശാസ്ത്രം ക്ലാസ് 7 അതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്തെ ഒരു ഭാഗത്തിനകത്ത് ഇത് പറയുന്നുണ്ട്. ചെറു ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൊടുത്തിട്ടുണ്ട്. 1976 42ാം ഭേദഗതി വഴിയാണ് ഡയറക്റ്റ് കൊടുത്തേക്കുന്നത്. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടന ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. വേണ്ടല്ലോ, നമുക്ക് കിട്ടിയല്ലോ. 1976 42ാം ഭേദഗതി. ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ആണെങ്കിൽ ഇത് ചോദിക്കാം കേട്ടോ. അപ്പോൾ എവിടുന്നാ വന്നെന്ന് മനസ്സിലായി. ഞാൻ 2 സോഴ്സ് കാണിച്ചു ഈ ചോദ്യത്തിന്. കോൺസ്റ്റിറ്റ്യൂഷനിലെ അടുത്ത ചോദ്യം കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടന സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കാനഡയാണ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഞാനിത് നിങ്ങളെ കാണിച്ചിരുന്നു. ഈ ഒരു ഭാഗം നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നു. ചാപ്റ്റർ 1 ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, പ്ലസ് 1 പ്ലസ് 1 ടെക്സ്റ്റ് ആണ്. പ്ലസ് 1 കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ 1 ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്ന ആ ഒരു പാഠത്തിനകത്ത് കനേഡിയൻ ഭരണഘടന, ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കി, കനേഡിയൻ ഭരണഘടന അർത്ഥ ഫെഡറൽ ഗവൺമെന്റ്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറൽ സമ്പ്രദായം കേട്ടോ. അത് കനേഡിയൻ ഭരണഘടനയെ നമ്മൾ കടമെടുത്തതാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണഘടന കടമെടുത്തത്, അമേരിക്കൻ ഭരണഘടന കടമെടുത്തത്, ഐറിഷ്, ഫ്രാൻസ്. ഇത് ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്കും ചോദിച്ചിരുന്നു. കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ചോദിച്ചിരുന്നു. ബ്രിട്ടീഷിന്റെ ആയിരുന്നു, അമേരിക്കൻ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്കനോ ബ്രിട്ടീഷോ ആയിരുന്നു, ഓർമ്മയില്ല കേട്ടോ. അതായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഈ ഒരു പേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് സമഗ്രതയിൽ സെർച്ച് ചെയ്ത് ഇത് നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട് അടുത്ത പരീക്ഷയ്ക്ക് കേട്ടോ. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ 3ാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഏതാണ്? 2ഉം 3ഉം മാത്രം എന്നുള്ളതായിരുന്നു. 2ഉം 3ഉം. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാ എംപിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. പ്ലസ് 1 ചാപ്റ്റർ 4 ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് 1 ചാപ്റ്റർ 4 ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിനകത്ത് ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പ്ലസ് 1 പോയില്ലെങ്കിൽ തന്നെയും SCERT ക്ലാസ് 8 ചാപ്റ്റർ 4 നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നൊരു പാഠമുണ്ട്. ഇതും LDC കൊല്ലം കണ്ണൂരിൽ ചോദിച്ചാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കൊല്ലം കണ്ണൂരിൽ ചോദിച്ചാണ് അല്ലെ. ഉപരാഷ്ട്രപതി ബന്ധപ്പെട്ട ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയും ഉണ്ട്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജാണ്. രാജ്യസഭയിലെ ലോകസഭയിലെ അംഗങ്ങൾ
ഈ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളായിരിക്കും കേട്ടോ. എല്ലാ അംഗങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടതെന്നോ നോമിനേറ്റഡ് എന്നോ ഒന്നും പറയുന്നില്ല. ലോക്സഭയിൽ രാജ്യസഭയിലെ അംഗങ്ങൾ ഈ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളായിരിക്കും. എന്നിട്ട് 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് എന്നും പറയുന്നുണ്ട്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണെന്നും എസ്.സി.ആർ.ടി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് വീണ്ടും ആവർത്തിക്കപ്പെട്ടു. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏത് ഭരണഘടനയിൽ നിന്ന് എന്ത് തെരഞ്ഞെടുത്തു? ഇപ്പൊ കാനഡിയൻ ഭരണഘടനയിൽ നിന്ന്, ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന്, ഐറിഷ് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ തെരഞ്ഞെടുത്തു? അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. കാരണം അതിപ്പോ രണ്ടാമതാണ് അവർ ചോദിക്കുന്നത്. ഈ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് രാഷ്ട്രപതി ആയിരിക്കും ചോദിക്കുന്നത്. രാഷ്ട്രപതി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭരണഘടനയിലെ തെരഞ്ഞെടുപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പോണം. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ അടുത്ത ചോദ്യം. സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ലിസ്റ്റുകൾ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായില്ലേ? ലിസ്റ്റുകൾ. ആൻസർ വനമാണ്. ഓപ്ഷൻ ബി വനമാണ്. എവിടുന്നാണ്? +1 ചാപ്റ്റർ 7. +1 ചാപ്റ്റർ 7ലാണ് ഇത് കിടക്കുന്നത്. ഇവിടെ കിടപ്പുണ്ടത് സംയുക്ത ലിസ്റ്റിനകത്താണ് അല്ലെ? സംയുക്ത ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിനകത്താണ് എന്ത് കിടക്കുന്നത്? വനങ്ങൾ കിടക്കുന്നത്. വനങ്ങൾ. അപ്പൊ നെക്സ്റ്റ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കേന്ദ്ര ലിസ്റ്റ് മുഴുവൻ വായിച്ചിട്ട് പോകണം. സംസ്ഥാന ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വായിക്കണം. കൺകറന്റ് ലിസ്റ്റിലുള്ളത് വായിക്കണം കേട്ടോ. കേന്ദ്ര ലിസ്റ്റ് പ്രതിരോധം, ആണവോർജ്ജം, വിദേശകാര്യം, യുദ്ധം, സമാധാനം, ബാങ്കിംഗ്, റെയിൽ ഗതാഗതം, തപാല്, പിന്നെ വ്യോമ ഗതാഗതം, തുറമുഖങ്ങൾ, വിദേശ വ്യാപാരം, നാണയ വ്യവസ്ഥ. ഇത്രയുമാണ് കേന്ദ്ര ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റ് കൃഷി, പോലീസ്, ജയില്, പ്രാദേശിക ഗവൺമെന്റ്, പൊതുജനാരോഗ്യം, ഭൂമി, മദ്യം, വാണിജ്യവും വ്യാപാരവും, കന്നുകാലി പരിപാലനം, സംസ്ഥാന പബ്ലിക് സർവീസുകൾ. ക്ലിയർ. ഇനി ഇതിനകത്ത് വരുന്നത് കൺകറന്റിനകത്ത് വരുന്നത് വിദ്യാഭ്യാസം, കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തിന്റെ കൈമാറ്റം, വനങ്ങൾ, തൊഴിലാളി സംഘടനകൾ, മായം ചേർക്കൽ, ദത്തെടുക്കലും, പിന്തുടർച്ചാവകാശവും കേട്ടോ. അടുത്ത പരീക്ഷയ്ക്ക് ഇത് നിങ്ങൾ നോക്കിയിട്ട് പോകുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് മനസ്സിലായി. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് എസ്.സി.ആർ.ടിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ.സി.ആർ.ടിയിൽ നിന്ന് ഇല്ലാതിരുന്ന ഒരു ചോദ്യം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 4 വർഷം എന്നുള്ളത്. അത് നമുക്ക് അതിന്റെ ഫാക്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എസ്.സി.ആർ.ടിക്കകത്ത് പറയുന്നുണ്ടെങ്കിലും അത് എത്ര വർഷത്തേക്കാണെന്നുള്ളത് എസ്.സി.ആർ.ടി +2 വരെയുള്ള പുസ്തകത്തിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. ഇനി എക്കണോമിക്സിലേക്ക് പോവാണ്. എക്കണോമിക്സിലെ 5 ചോദ്യങ്ങൾ മുഴുവൻ എസ്.സി.ആർ.ടി ആയിരുന്നു. നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1951. സോഴ്സ് ക്ലാസ് 8. 8ാം ക്ലാസ്സിൽ പോയാൽ മതി. +2ലേക്ക് ഒന്നും പോകണ്ട. ചാപ്റ്റർ 11 കേട്ടോ. 8 ചാപ്റ്റർ 11. നോക്കി ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് കേട്ടോ 1951. കാലയളവ് കിടപ്പുണ്ട് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 1951, 56. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതിയും 3ഉം 4ഉം 5ഉം 6ഉം 7ഉം വരെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വർഷം ഓരോന്നിന്റെ ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് നോക്കിയിട്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലക്ഷ്യങ്ങൾ നോക്കിയിട്ട് പോകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചോദിക്കാൻ സാധ്യത ഉണ്ട് അല്ലെ. ഒന്നാമത്തെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയുടെ വികസനം. രണ്ടാമത്തേത് വ്യാവസായിക വികസനം. മൂന്നാമത്തത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. നാലാമത്തെ ലക്ഷ്യം സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം. അഞ്ചാമത്തെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ആറാമത്തത് കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ. ഏഴാമത്തെ ലക്ഷ്യം ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇത്രയുമായിരുന്നു ഏഴാമത്തെ ലക്ഷ്യം. അടുത്ത ചോദ്യം, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2015. ഇത് എവിടെയാണ് സോഴ്സ്? ക്ലാസ് 8 തന്നെ. അതേ ക്ലാസ് 8 ചാപ്റ്റർ 11. ക്ലാസ് 8 ചാപ്റ്റർ 11ലേക്ക് തന്നെ പോയാൽ മതി. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുതിയ ചുവടുവെപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. അതിനകത്ത് നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരുന്നത് 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം ഒക്കെ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിന്റെ അതിന്റെ ഘടനയെ പറ്റി പറയുന്നുണ്ട്. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ നോക്കിയിട്ട് പോകണം. ഭരണസമിതിയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന അധ്യക്ഷന്മാരും സ്ഥിര അംഗങ്ങളും ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിക്കുക. സമയമില്ല എല്ലാം വായിക്കാനായിട്ട്. നിങ്ങൾ വായിച്ചിട്ട് പോവുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? സാമ്പത്തിക വളർച്ച. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ മാത്രമേ പറഞ്ഞുള്ളൂ. മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ഇതിന്റെ ലക്ഷ്യമാണ്. എവിടുന്നാണ് ചോദിച്ചേക്കുന്നത്? ഇവിടെ നമുക്ക് ക്ലാസ് 11ലേക്ക് പോയി. ക്ലാസ് 11ലേക്ക് പോയി. +1ലേക്ക് പോയി. ചാപ്റ്റർ 2. അതുപോലെ തന്നെ ക്ലാസ് 8ലും ഉണ്ട്. ക്ലാസ് 8 ചാപ്റ്റർ 11ലും കിടപ്പുണ്ട് കേട്ടോ. ക്ലാസ് 8ലും ഉണ്ട്, ക്ലാസ് 11ലും ഉണ്ട്. ക്ലാസ്സിൽ 8ൽ കൊടുത്തേക്കുന്നു, 11ൽ കൊടുത്തേക്കുന്നതും ഇവിടെ രണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇത് ആധുനികവൽക്കരണം, ആശ്രയത്വം, സമത്വം കേട്ടോ. ഇതെല്ലാം ഇതിന്റെ ലക്ഷ്യം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അതല്ലാതെ 8ൽ കൊടുത്തേക്ക് നോക്കിക്ക് തുല്യത, വളർച്ച, സ്വാശ്രയത്വം, ആധുനികവൽക്കരണം. ഇത് ഇവിടുന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇവിടുന്നാണ് അവരെ ചോദ്യം ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് വ്യക്തമായില്ലേ? അടുത്തത് എക്കണോമിക്സ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ GDP കണക്കാക്കുന്ന ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്.
ആൻസർ ഓപ്ഷൻ എ ആണ്. സോഴ്സ് ക്ലാസ് 9 ചാപ്റ്റർ 3 ആണ്. ക്ലാസ് 9 ചാപ്റ്റർ 3. നോക്ക്, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള പ്രയാസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹെഡ്ലൈൻ കൊടുത്തേക്കുന്നു. അതിൽ ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി CSO ആണ് കേട്ടോ. CSO ആണ്. ഇവിടുന്നാണ് ആ ചോദ്യം ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒത്തിരി പുറകോട്ട് അവർ പോയിട്ടില്ല, അല്ലെങ്കിൽ ഒത്തിരി +1 +2 ലെവലിലേക്കൊന്നും അവർ പോയിട്ടില്ല. ഇവിടെ ചോദ്യം എന്തിനെ പറ്റിയായിരുന്നു? നമ്മുടെ GDP പറ്റിയുള്ള ചോദ്യമായിരുന്നു. അതിന്റെ ഉത്തരം എവിടെ കിടപ്പുണ്ട്? 9ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ കിടപ്പുണ്ട് കേട്ടോ. 9ാം ക്ലാസ്സിലെ. അപ്പോൾ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം 8ഉം 9ഉം കേട്ടോ. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 ഇമ്പോർട്ടൻ്റ് ആണ്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 11 ഇമ്പോർട്ടൻ്റ് ആണ്. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം കഴിഞ്ഞു. അപ്പോൾ എക്കണോമിക്സിലെ ചോദ്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വിലയിരുത്തൽ മനസ്സിലാക്കുക. എക്കണോമിക്സിൽ നോർമലി കഴിഞ്ഞ കൊല്ലം കണ്ണൂർ പരീക്ഷകൾക്ക് എക്കണോമിക്സ് ഉള്ള ചോദ്യങ്ങളെല്ലാം വന്നത് കൂടുതലും വന്നത് എല്ലാം ഒന്നും പറയുന്നില്ല, കൂടുതലും വന്നത് +1 ടെക്സ്റ്റിൽ നിന്നായിരുന്നു കഴിഞ്ഞ കൊല്ലം കണ്ണൂർ പരീക്ഷയിൽ ചോദിച്ചത്. ഇവിടെ 8ാം ക്ലാസ്സിലെയും അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെയും കേട്ടോ. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പാഠങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നത്. അത്ര ഡീപ്പ് ലെവലിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ലെവലിലേക്ക് പോയിട്ടില്ല. ഇനി നമ്മൾ സയൻസിലേക്ക് പോവാണ്. സയൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐടിയും കൂടെ പറയാനുള്ളൂ. സയൻസ് ഐടിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കാം. കെമിസ്ട്രി ആദ്യമായിട്ട്. ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH. ആൻസർ ഓപ്ഷൻ എ ആണ്, 5 എന്നാണ്. എവിടെയാണ് ഇതുള്ളത്? ക്ലാസ് 9 ചാപ്റ്റർ 5. ക്ലാസ് 9 ചാപ്റ്റർ 5. ഇത് ഏറ്റവും അവിടെ നിങ്ങൾ മാർക്ക് ചെയ്തേക്കുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. എന്നാൽ pH 5നോടടുത്ത മണ്ണാണ് ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അഭികാമ്യം. അപ്പോൾ അതിന് മുമ്പുള്ളത് നിങ്ങൾ വായിക്കണം. പൊതുവെ 6.5 മുതൽ 7.2 വരെ pH മൂല്യമുള്ള മണ്ണാണ് അധിക വിളകൾക്കും യോജിച്ചത്. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയവയ്ക്ക് pH 7 മുതൽ 8 വരെയാണ്. എന്നാൽ pH 5നോട് അടുത്ത മണ്ണാണ് ഉരുളക്കിഴങ്ങ് പോലെയുള്ള വിളകൾക്ക് അഭികാമ്യം. ഓക്കെ. കെമിസ്ട്രിയിലെ അടുത്ത ചോദ്യം. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ആൻസർ ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത് എന്ന് വെച്ചാൽ ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. SCRT-ക്കകത്ത് ഇത് ഫാക്ട് ഇല്ല. ഇത് കറണ്ട് അഫയർ ആണ്. സോഴ്സ് കറണ്ട് അഫയേഴ്സ് 2023 കറണ്ട് അഫയർ ആണ്. അത് 2023 കറണ്ട് അഫയർ. അപ്പോൾ ഒരു വർഷം മുമ്പുള്ള കറണ്ട് അഫയർ. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് റിസർച്ചേഴ്സ് ഡിസ്കവർ ന്യൂ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത്, പുസ്തകത്തിലല്ല കേട്ടോ. ഇനി ഗൺമെറ്റൽ അടങ്ങിയ ലോഹങ്ങൾ. ഗൺമെറ്റൽ അടങ്ങിയ ലോഹങ്ങൾ നമുക്ക് SCRT-ക്കകത്ത് അതിന്റെ സോഴ്സ് ഇല്ല. കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ ഭൂരിഭാഗവും SCRT-ക്ക് പുറത്തു നിന്നായിരുന്നു. SCRT-ക്ക് അതിന്റെ സോഴ്സ് ഇല്ല. ഉണ്ണി സാറ് ക്ലാസ്സിൽ പഠിപ്പിച്ച ആ ഒരു ഏരിയയുടെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അദ്ദേഹം ക്ലാസ്സിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ കോപ്പർ, ടിൻ, സിങ്ക് കേട്ടോ. മെറ്റൽ പാർട്ട് 8 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആപ്പിൽ എടുത്തേക്കുന്ന ക്ലാസ് കേട്ടോ, എൻട്രി ആപ്പിൽ എടുത്തേക്കുന്ന ക്ലാസ്. അതിനകത്ത് ഗൺ മെറ്റലിനകത്ത് അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ എന്തെല്ലാമാണെന്ന് സാർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അവിടുന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. മെറ്റൽസ് പാർട്ട് 8 എന്ന് പറഞ്ഞ് സാർ എടുത്തേക്കുന്ന ക്ലാസ്, അതിനകത്ത് ഗൺ മെറ്റൽ സാർ ടിക്കറ്റ് തന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സാൾട്ട് ആണ്. എവിടെയും SCRT +2 വരെയുള്ള ഒരു ഇതിനകത്തും പുസ്തകത്തിനും നമുക്ക് ഇത് കാണാൻ സാധിക്കത്തില്ല. ഫ്രീസിംഗ് മിശ്രിതം ഇത് ഡിഗ്രി ലെവൽ BSc കെമിസ്ട്രി ലെവലിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ പുസ്തകങ്ങളിലൊക്കെയാണ് ഈ ഫ്രീസിംഗ് മിശ്രിതത്തെ പറ്റി കണ്ടിട്ടുള്ളത് എന്നാണ് നിങ്ങളുടെ കെമിസ്ട്രി അധ്യാപകന്റെ അറിയിപ്പ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ചോദ്യം SCRT-ക്ക് പുറത്തുനിന്ന് ചോദിച്ചു എന്ന് പറയാം. അപ്പോൾ കെമിസ്ട്രിയെ പറ്റിയുള്ള ഒരു അവലോകനം നടത്തി കഴിഞ്ഞാൽ കെമിസ്ട്രിയിലെ ചോദ്യങ്ങൾ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന ഏറ്റവും ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ ചോദ്യങ്ങൾ സയൻസിൽ നിന്ന് വന്നത് കെമിസ്ട്രിയിൽ നിന്നായിരുന്നു അല്ലേ. ചോദിച്ച ചോദ്യങ്ങൾക്ക് കൂടുതൽ നമുക്ക് SCRT-യിൽ നിന്ന് അതിന്റെ സോഴ്സ് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മിക്കതും പുറത്തു നിന്നാണ് ചോദിച്ചേക്കുന്നത്. ഔട്ട് ഓഫ് SCRT എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഔട്ട് ഓഫ് SCRT എന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ അത് നമുക്കത് ഇതിന്റെ വിലയിരുത്തൽ കഴിഞ്ഞു. അടുത്ത വിഷയത്തിലേക്ക് പോകുന്നു, ഫിസിക്സിലേക്ക് പോകുന്നു. ഫിസിക്സിലെ ചോദ്യങ്ങൾ മുഴുവൻ SCRT ആയിരുന്നു. നോക്കാം. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ സി. ആൻസർ എന്താണ്? സ്ഥിതികോർജ്ജം. സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന എന്താണ്? സ്ഥിതികോർജ്ജം. എവിടെയാണ് സോഴ്സ്? എന്താണ്? ഫിസിക്സ് 9ാമത്തെ ക്ലാസ് ആണ്, 9ാം സ്റ്റാൻഡേർഡ്. ചാപ്റ്റർ നോക്കിയ പ്രവൃത്തി ഊർജ്ജം പവർ, പേജ് 96 കിടപ്പുണ്ട്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഇത് തന്നെ കോപ്പി ചെയ്തേക്കുന്നു. ഒന്നുമില്ല, അങ്ങനെ വേറെ ഒന്നും ചിന്തിക്കാനില്ല അവിടെ. അടുത്ത ചോദ്യം, ഫിസിക്സിലെ 2ാമത്തെ ചോദ്യം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 20 സെന്റിമീറ്റർ ആണ്. ടിക്കറ്റ് ഇട്ടുണ്ട് ഓപ്ഷൻ ഡി, 20 സെന്റിമീറ്റർ. ഇത് ഇവിടുന്നാണ് എടുത്തേക്കുന്നത്. നോക്ക്, സോഴ്സ് ഫിസിക്സ് ആണ്, 8ാമത്തെ സ്റ്റാൻഡേർഡ് ആണ്. ചാപ്റ്റർ പ്രകാശ പ്രതിപതനം ഗോളീയ ദർപ്പണങ്ങളിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, പേജ് 251. അതിനകത്ത് കൊടുത്തിട്ടുണ്ട് F = R/2 എന്നൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വക്രതാരമാണ്. അപ്പം ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം, എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരമാണ് കേട്ടോ. എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ദൂരം. ആ വക്രതാരത്തിന്റെ പകുതിയാണെന്ന് പറഞ്ഞു. നമ്മുടെ വക്രതാരം കൊടുത്തിട്ടുണ്ടായിരുന്നു 40, അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 20 അല്ലെ കേട്ടോ. ഈ ഇക്വേഷൻ ആണ് അവർ ഉപയോഗിച്ചേക്കുന്നത് ചോദ്യമാക്കാനായിട്ട്. സോ ഇത് എവിടുന്നാണ് ചോദിച്ചേക്കുന്നത്? 8ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചേക്കുന്നത്. 8ാമത്തെ ചാപ്റ്റർ. ഇതിന് മുമ്പുണ്ടായിരുന്നത് 9ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു. പാഠം നിങ്ങൾ നോക്കി പോകണം. പ്രവൃത്തി ഊർജ്ജ പവർ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് കഴിഞ്ഞ പരീക്ഷയ്ക്കും ഈ പാഠത്തിന് ചോദ്യം ഉണ്ടായിരുന്നു.
ഇതൊന്ന് നോക്കിയിട്ട് പോവുക. ഇനി ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, പാസ്കൽ നിയമം. എവിടുന്നാണ് ചോദ്യം വന്നേക്കുന്നത്? SCRT ഫിസിക്സ് 9ാമത്തെ പാഠം കേട്ടോ. ഒമ്പതാമത്തെ ക്ലാസ് 9, 9ാമത്തെ സ്റ്റാൻഡേർഡ് ചാപ്റ്റർ ദ്രവബലങ്ങൾ. ചാപ്റ്റർ ഏതാണ്? ദ്രവബലങ്ങൾ 16, 17. അപ്പോൾ ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് പറയുന്നു പാസ്കൽ നിയമപ്രകാരം ഇത് പ്രവർത്തിക്കുന്നത് എന്ത് നിയമപ്രകാരമാണ്? പാസ്കൽ നിയമപ്രകാരമാണ്. ക്ലിയർ? അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. നമുക്കറിയാം ഇത് കറണ്ട് അഫയർ ആണെന്നറിയാം. ഫിസിക്സുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിച്ചാണ്, പക്ഷേ കറണ്ട് അഫയർ ആണ്. പ്രഗ്യാൻ എന്താണെന്നുള്ളത് കറണ്ട് അഫയർ ആണ്. SCRTക്കകത്ത് ഫാക്ട് അല്ല. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓപ്ഷൻ സി കേട്ടോ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. എവിടുന്നാണ് ചോദിച്ചേക്കുന്നത്? ചോദ്യം വന്നേക്കുന്നത് SCRT ഫിസിക്സ് SCRT 8ാമത്തെ സ്റ്റാൻഡേർഡ് കേട്ടോ. സ്റ്റാൻഡേർഡ് 8 ക്ലാസ് 8 ചാപ്റ്റർ പദാർത്ഥ സ്വഭാവം പേജ് 55. അതായത് കൊടുത്തിട്ടുണ്ട് പദാർത്ഥത്തിന്റെ 5ാമത്തെ അവസ്ഥയെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്നും 6ാമത്തെ അവസ്ഥയെ ചോദിച്ചിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ ചോദിക്കാൻ അടുത്ത പരീക്ഷയ്ക്ക് ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. അതിന് മുമ്പുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റ് ചില അവസ്ഥകളിൽ പദാർത്ഥം കാണപ്പെടുന്നു. പദാർത്ഥത്തിന് 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ കേട്ടോ. നമ്മളോട് ചോദിച്ച 5ാമത്തെയാണ് കേട്ടോ. 6ഉം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി ബയോളജിയിലേക്ക് പോകുന്നു. അപ്പോൾ ഫിസിക്സിന്റെ ഒരു അവലോകനം പറയണല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു ഫിസിക്സിൽ ചോദിച്ചത്. ഫിസിക്സിലെ ഒരു അവലോകനം പറയുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് 5 ചോദ്യങ്ങൾ ഫിസിക്സിൽ വന്നതും വളരെ സിമ്പിൾ. 8ഉം 9നും പുറത്തുനിന്ന് അവർ പോയിട്ടേ ഇല്ല. 8, 9 ക്ലാസ്സുകൾക്ക് പുറത്തുനിന്ന് അവർ പോയിട്ടേ ഇല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന പാഠങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. ഒട്ടും ഡിഫിക്കൽട്ടി ലെവൽ ഇല്ലാതെ ബുദ്ധിമുട്ടിക്കാത്ത ചോദ്യങ്ങളായിരുന്നു ഫിസിക്സ് എന്ന് വന്നത്. നമുക്കിനി ബയോളജി നോക്കാം. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ മെലാട്ടോണിനാണ് ഉത്തരം. ഓപ്ഷൻ എ മെലാട്ടോണിനാണ് ഉത്തരം. ഓപ്ഷൻ എ അല്ല, സി. ഓപ്ഷൻ സി മെലാട്ടോണിനാണ് ഉത്തരം. എവിടുന്നാണ് ചോദ്യം വന്നത് എന്ന് നമുക്ക് നോക്കാം. ക്ലാസ് 10 ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ പേജ് നമ്പർ 47. പേജ് നമ്പർ ഉൾപ്പെടെ തന്നിട്ടുണ്ട് കേട്ടോ. പേജ് നമ്പർ 47 കൊടുത്തിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിക്കോ. മെലാട്ടോണിൻ എന്ന ഹോർമോണിന് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്ന സഹായിക്കുന്നത്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇത് തന്നെയല്ലേ ചോദ്യമായിട്ട് വന്നത്? ഈ സെന്റൻസ് തന്നെയല്ലേ ചോദ്യമായി വന്നത്? ഈ സെന്റൻസ് തന്നെ കോപ്പി ചെയ്തേക്കുമല്ലായിരുന്നോ? കൃത്യമായ പ്രജനന കാലഘട്ട ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് മെലാട്ടോണിനാണ്. ആരാണ്? മെലാട്ടോണിനാണ് കേട്ടോ. ജൈവ ഘടികാരം എന്ന ആ ഒരു ഇത് കൊടുത്തിട്ട് ടൈറ്റിൽ കൊടുത്തിട്ട് അതിന് താഴെ പറഞ്ഞിരിക്കുന്ന ഈ ഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇൻഡോ ബർമ, വടക്കിഴക്ക് ഹിമാലയം, പശ്ചിമഘട്ടം. എവിടുന്നാണ് ചോദ്യം വന്നത്? ക്ലാസ് 8 ചാപ്റ്റർ 13 വൈവിധ്യം നിലനിൽപ്പിന് പേജ് നമ്പർ 192. എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ പശ്ചിമഘട്ടം, വടക്കിഴക്ക് ഹിമാലയം, ഇൻഡോ ബർമ മേഖല കേട്ടോ. എന്നിവയാണ് 3 എക്കോളജിക്കൽ ഘട്ടങ്ങൾ അല്ലെങ്കിൽ എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്സ് എന്നറിയപ്പെടുന്നത്. ക്ലാസ് 8 നിന്ന് ചോദ്യം വന്നു, മറ്റേത് ക്ലാസ് 10 നിന്ന് വന്നു. അപ്പോൾ 8 നിന്നും 10 നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ. പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളത് ജീവകം സിയുടെ പ്രത്യേകത അല്ല കേട്ടോ. എവിടുന്നാണ് ചോദ്യം വന്നേക്കുന്നത്? ക്ലാസ് 6 ബേസിക് സയൻസ് ക്ലാസ് 6 ഇതാണ് ചോദിച്ചേക്കുന്നത്. ആഹാരം ആരോഗ്യത്തിന് പേജ് നമ്പർ 64 എല്ലാ തരത്തിലുള്ള വൈറ്റമിൻസിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. ഇത് ജീവകം സി. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ, അതാണ് ജീവകം സിയുമായി ബന്ധപ്പെട്ടുള്ളത്. ജീവകം ബിയിലാണ് നമ്മൾ ഈ പറഞ്ഞ പാല്, മുട്ട കേട്ടോ. മുട്ട, പാല് എല്ലാം കിടക്കുന്നത് ജീവകം ബിയിലാണ് കേട്ടോ. ഇനി കെയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കോ. അടുത്ത പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. ക്യാബേജ്, ചീര, കോളിഫ്ലവർ ഒക്കെ കെയിലാണ്. പിന്നെ കൊഴുപ്പിൽ ലയിക്കുന്നവരാണ് എയും ഡിയും ഇയും കെയും അല്ലേ? അവരുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കിക്കോണം. എയിലുള്ളത് എ വൈറ്റമിൻ എ കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, അതുപോലെ തന്നെ പയറില, ചേമ്പില, മുരിങ്ങയില. ഡിയിലുള്ളത് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ഡി. പാലുൽപ്പന്നങ്ങളിലും ഡി ഉണ്ട്. പിന്നെ സസ്യ എണ്ണകളിലാണ് ഇ ഉള്ളത്. കെ ക്യാബേജ്, ചീര, കോളിഫ്ലവറിലാണ് കെ ഉള്ളത് കണ്ടോ. ഇതൊന്ന് നോക്കിയിട്ട് പോവുക. എന്തിനൊക്കെയാണ് ഓരോന്നും ഏതൊക്കെ ശരീരത്തിന് ഏതൊക്കെ ഭാഗത്തിന് നമുക്ക് ഇതും കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് പോവുക. അടുത്ത ചോദ്യം, വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്ക് തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്ന നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. എവിടുന്ന് കിട്ടി ചോദ്യം? ചോദ്യം എടുത്തത് എവിടുന്നാണ്? ക്ലാസ് 10 ചാപ്റ്റർ 2 അറിവിന്റെ വാതായനങ്ങൾ പേജ് നമ്പർ 29 നോക്കുക. കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ വേർതിരിച്ചറിയാൻ കഴിയില്ല.
ഈ അവസ്ഥയാണ് വർണ്ണാന്തത. അടുത്താണ് നമ്മുടെ ചോദ്യം. വർണ്ണാന്തതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്ക് തെരഞ്ഞെടുക്കില്ല. ഇതല്ലേ ഇവര് ചോദ്യമായിട്ട് എടുത്തത്? ഇതല്ലേ ഇവര് ചോദ്യമായിട്ട് എടുത്തത്? ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ബയോളജി എന്നുള്ള അടുത്ത ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇഇജി ആണ്. എവിടുന്നാണ് ചോദ്യം കിട്ടിയത്? ക്ലാസ് 10 ചാപ്റ്റർ 5 പ്രതിരോധത്തിന്റെ കാവലാളുകൾ അല്ലെ? ഇവിടുന്നാണ് ചോദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഇത് നോക്കുക. ഇഇജിയുമായി ബന്ധപ്പെട്ട കാര്യം തൊട്ടടുത്ത ഭാഗത്തുണ്ട്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. കണ്ടോ? അപ്പോ ബയോളജിയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണെന്ന് കൊടുത്തിരിക്കുന്നു. ക്ലാസ് 10 ചാപ്റ്റർ 3 സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ. ഇവിടുന്ന് വീണ്ടും ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? തൊട്ട് മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതേ ചാപ്റ്ററിൽ തന്നെ ചോദിച്ചേക്കുന്നു ഈ പരീക്ഷയ്ക്ക്. അതിനകത്ത് പ്രമേഹവുമായി ബന്ധപ്പെട്ട് കൊടുത്തേക്കുന്നു. ലക്ഷ്യ കോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ്. വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം മൂലം രോഗാവസ്ഥ നിയന്ത്രിക്കുക. ഇതവർ 3 സ്റ്റേറ്റ്മെന്റ് ആക്കിയേക്കുന്നു. കണ്ടോ? ഇതവർ 3 സ്റ്റേറ്റ്മെന്റ് ആക്കിയേക്കുന്നു. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്ത ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു. ആഹാരവും ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴി ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം. കേട്ടോ? അത് തന്നെ അവിടെ കൊടുത്തേക്കുവാണ്. അപ്പോൾ ചോദ്യം എടുത്തത് എവിടുന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ബയോളജി എന്നുള്ള അടുത്ത ചോദ്യം. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്ന് പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ഇത് ബയോളജി എന്നാ ചോദിച്ചെങ്കിൽ ഇതൊരു കറണ്ട് അഫെയർ ആയിരുന്നു. ഇത് പുസ്തകത്തിൽ നമുക്ക് കിട്ടത്തില്ലല്ലോ. കാരണം റീസെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യമല്ലേ. അപ്പോൾ കറണ്ട് അഫെയർ. ആൻസർ ആസ്ട്രാസെനെക്കയാണ്. ഇത് COVID-19 വാക്സിനുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വാർത്തകൾക്കകത്തു നിന്നാണ് ഇത് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഇനി അടുത്തത് വീണ്ടും ബയോളജി എന്നുള്ളൊരു ചോദ്യം. പക്ഷേ കറണ്ട് അഫെയർ തന്നെയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണി എന്ന് പറയുന്ന ജീവിയെ സംരക്ഷിക്കാനായിട്ട്. ഓപ്ഷൻ സി. കണ്ടോ? ഇതും ബയോളജി എന്നുള്ള ചോദ്യമാണ് എന്ന്, പക്ഷേ കറണ്ട് അഫെയർ ആണ്. ഇനി IT-യിലേക്ക് നമ്മൾ പോവാണ്. ലാസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ബയോളജിയുടെ ഒരു വിശകലനം നടത്തി കഴിഞ്ഞാൽ ബയോളജി എന്നുള്ള ചോദ്യങ്ങൾ ധാരാളം ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് വന്നായിരുന്നു. നല്ലപോലെ കെമിസ്ട്രി, ഫിസിക്സ് അപേക്ഷിച്ച് ബയോളജിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങളുണ്ടല്ലോ. നമ്മുടെ സിലബസിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2 എണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു. 2 എണ്ണം കറണ്ട് അഫെയർ ആയിരുന്നു. അതിനകത്ത് കോവിഷീൽഡ് നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാം. ഈ പോളോ പോണിയാണ് കുറച്ചെങ്കിലുമൊക്കെ ഒരു കറണ്ട് അഫെയർ നിരീക്ഷിച്ചവർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം എന്ന് പറയാൻ പറ്റുന്നത്. അത് സ്കിപ്പ് ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്ക് ബയോളജിയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും കിട്ടുമായിരുന്നു. ഓക്കെ. ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ SCERT ഫാക്റ്റ് ആണ്. SCERT ഫാക്റ്റ് ആണ്. ഒരെണ്ണം പോലും എങ്ങോട്ട് പോയിട്ടില്ല. +1 +2ലേക്ക് പോലും പോയിട്ടില്ല. SCERT 10നകത്ത് തന്നെ നിൽക്കുന്നു. +1 +2ലേക്ക് പോലും പോയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ബയോളജിയുടെ ഒരു അനാലിസിസ് ഇതാണ്. കഴിഞ്ഞ കൊല്ലം, കണ്ണൂർ പരീക്ഷകളിൽ ബയോളജി ഭയങ്കര ബുദ്ധിമുട്ടിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ബയോളജി എളുപ്പമായി. ഇന്നത്തെ പരീക്ഷയിൽ ഫിസിക്സും കെമിസ്ട്രിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ എളുപ്പമുള്ള ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇവിടെ ഫിസിക്സ് ഓക്കെ ആയിരുന്നു. നോർമൽ ചോദ്യങ്ങളാണ്, നല്ല ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. കെമിസ്ട്രിയാണ് ഇവിടെ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടിച്ചത്. IT-യിലേക്ക് പോവാണ്. IT-യിലെ ചോദ്യം 1. ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ മുതലായവ അയക്കാവുന്നതാണ്. ആൻസർ നോക്കിയാൽ മതി. ഓപ്ഷൻ സി. ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. എവിടുന്നാണ് ചോദിച്ചേക്കുന്നത്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഹ്യൂമാനിറ്റീസ് നോക്കണം. കാരണം ഇത് തന്നെ അക്കൗണ്ടൻസിക്കും വരുന്നുണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഹ്യൂമാനിറ്റീസ് നിങ്ങൾ സമഗ്രഹിക്കാതെ നോക്കണം. ക്ലാസ് 11 ചോദിച്ചേക്കുന്നത്. 9ാമത്തെ ചാപ്റ്റർ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്ത് ഇത് കിടപ്പുണ്ട്. ഇമെയിലിനെ പറ്റി പറയുന്ന ഭാഗത്ത് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നല്ലേ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? നോക്കിക്കൂ. ഇമെയിലിനെ പറ്റി, ഇമെയിലിന്റെ നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് തൊട്ടപ്പുറത്തെ പേജുകളിലേക്ക് പോകണം. തൊട്ടപ്പുറത്തെ പേജിൽ പറയുന്നു ഇമെയിലൂടെ വൈറസുകൾ വ്യാപിച്ചേക്കാം. അവർ പറയുന്നത് വ്യാപനം നടക്കത്തില്ലെന്നല്ലേ. കണ്ടോ? ഇത് തന്നെ പുസ്തകത്തിൽ നിന്ന് കോപ്പി ചെയ്തേക്കുവാണ്. പുറത്തുനിന്ന് എവിടെയും പോയിട്ടില്ല. ഇമെയിലിലൂടെ വൈറസുകൾ വ്യാപിച്ചേക്കാം എന്ന് പറയുന്നു. കേട്ടോ? അപ്പോൾ ചോദ്യം വന്നാൽ എവിടുന്നാന്ന് കണ്ടില്ലേ? അടുത്ത ചോദ്യം. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. എവിടുന്നാണ് ചോദ്യം വന്നത്? ചോദ്യം വന്നത് എവിടുന്നാണ്? +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഹ്യൂമാനിറ്റീസ്. നേരത്തെ +1 പറഞ്ഞത് +2 ഇന്നത്തെ ഒറ്റയടിക്ക് ഡേറ്റയെ ദീർഘദൂരത്തേക്ക് എത്തിക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റി പറയുവാണ്. കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് ലഭ്യമായത് വെച്ച് ഏറ്റവും ചെലവേറിയതും കാര്യക്ഷമത കൂടിയതുമായ മാധ്യമമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. കേട്ടോ? നെക്സ്റ്റ് ചോദ്യം. താഴെ പറഞ്ഞതിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്ലൂറേ ഡിസ്ക് ആണ്. എവിടെയാണ് പറയുന്നത്? +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. വീണ്ടും +2 തന്നെ ഹ്യൂമാനിറ്റീസ്. ബ്ലൂറേ DVD. കേട്ടോ? അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒപ്റ്റിക്കൽ ഡിസ്ക് ഘടനയാണ് ബ്ലൂറേ. ഇതിൽ ഭീമമായ അളവിലുള്ള ഡേറ്റ സംഭരിക്കാനാവുന്നു. അപ്പോൾ ചോദ്യം എന്തായിരുന്നു?
ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് കേട്ടോ. ഒപ്റ്റിക്കൽ താഴെ തന്നിരിക്കുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ കണ്ടോ. ഒപ്റ്റിക്കൽ ഡിസ്ക് ഘടനയാണ് ബ്ലൂറേ. ബ്ലൂറേ എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡിസ്ക് ഘടനയാണ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജുകളിൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ഇത് താഴെ തന്നിരിക്കുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇതിൽ ഭീമമായിട്ടുള്ള ഡേറ്റ സംഭരിക്കാനാകും എന്ന് പറയുന്നുണ്ട്. കേട്ടോ, ചോദ്യം വന്നത് എവിടുന്നാന്ന് കണ്ടില്ലേ. IT എന്നുള്ള അടുത്ത ചോദ്യം നമുക്ക് SCERT-ക്കകത്ത് ഫാക്ട് കിട്ടിയില്ല. താഴെ തന്നിരിക്കുന്നത് ക്ലൗഡ് അടിസ്ഥാനമായിട്ടുള്ള സിസ്റ്റം ഏതെല്ലാം. മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. ക്ലൗഡ് അടിസ്ഥാനമായിട്ടുള്ള സിസ്റ്റം ഇത് നമുക്ക് SCERT-ക്കകത്ത് ഇതിന്റെ ഈ ഒരു സോഴ്സ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇത്രയുമാണ് ഞാൻ 40ഓളം ചോദ്യങ്ങളുടെ 40ഓളം ചോദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നലത്തെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ദിവസം നടന്ന പരീക്ഷയിൽ ചോദിച്ച 50 മാർക്ക് വരുന്ന GK പോർഷൻ ഉണ്ടല്ലോ. 50 മാർക്ക് വരുന്ന GK പോർഷൻ. അതിനകത്ത് 40ഓളം ചോദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിയമങ്ങളുടെ അതുപോലെ തന്നെ കേരള ഭരണ സംവിധാനം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അതായത് ടീച്ചേഴ്സ് അതിന്റെ ഡിസ്കഷൻ നടത്തും. അത് നമുക്ക് SCERT-ക്കകത്ത് ഫാക്ട് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ സോഴ്സ് ഫൈൻഡിങ് വീഡിയോയിലേക്ക് ഞാൻ അത് ഉൾപ്പെടുത്താതിരുന്നത്. ഇനി ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയർ അതാത് അധ്യാപകർ അതിന്റെ ഡിസ്കഷൻ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ആപ്പിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് നടത്തും. അത് നിങ്ങളത് കാണുക. ഇവിടെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ 40 മാർക്കിന് വേണ്ടിയുള്ള കാര്യങ്ങളില്ലേ, അതുമായി ബന്ധപ്പെട്ട പാഠങ്ങളില്ലേ, ഇവിടെ ഞാൻ നൽകിയ അനാലിസിസ് ഇല്ലേ, ഏതൊക്കെ വിഷയങ്ങൾക്കാണ് അവര് SCERT-ക്ക് പുറത്തേക്ക് പോയത്, +1 +2ലേക്ക് പോയത് ഏതൊക്കെ വിഷയങ്ങൾക്കാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പാഠങ്ങളൊക്കെ ഇല്ലേ, നോക്കിക്കൊണ്ട് പോണമെന്ന് പറഞ്ഞ പാഠങ്ങൾ, അതൊക്കെ അതീവ ശ്രദ്ധയോടെ ഒന്ന് വായിക്കുക അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതിന് മുമ്പ് മറ്റൊരു അനാലിസിസ് കൊല്ലം, കണ്ണൂർ ജില്ലകളുടെ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ നിങ്ങൾ സിങ്ക് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് വേണ്ട പാഠങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആവശ്യമുള്ള പാഠങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ആവർത്തിക്കപ്പെട്ട പാഠങ്ങൾ നോക്കണം. അവിടുന്ന് ചോദ്യങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അത് നോക്കിയിട്ട് പോണം. അത് മാത്രം പഠിക്കണമെന്നല്ല പറഞ്ഞത്. ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് ഇതും കൂടെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നെക്സ്റ്റ് എക്സാം എഴുതാൻ പോകുന്ന അടുത്ത ജില്ലക്കാർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. എല്ലാ ആശംസകളും നേരുന്നു. പ്രാർത്ഥനകൾ നേരുന്നു. നല്ല വിജയം അല്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങി നല്ലൊരു വിജയം നേടാൻ സാധിക്കട്ടെ. നല്ലൊരു ലിസ്റ്റിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമിന് ശേഷം കാണാം. താങ്ക് യു.